പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കരൂരാണ്. കരൂർ ശരിക്കും പറഞ്ഞാൽ കരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാലത്തെ ഒരു വണ്ടിയായിട്ട് ഇവിടെ വന്നതാണ്. ഒരു 4:30 കൂടെ എത്തി ഞാൻ. എന്നിട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഏതായാലും ഉറക്കം പോയി. ഒരു മുറി എടുത്തു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇന്ന് കറങ്ങാനായിട്ട് ഞാൻ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ തിരപ്പെടുത്തി ഇങ്ങനെ കരൂർ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാനായിട്ട് വന്നു. അപ്പോൾ കൃത്യം നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ കൃത്യത്തിന് നമ്മുടെ എറണാകുളം കാരക്കൽ എക്സ്പ്രസ് അതോടെ പോണേ. ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ മുഴുവൻ കാണാൻ ഇവിടെയൊക്കെ മയിലുകളൊന്നും രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. എനിക്ക് അന്നേരം പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കരൂർ വലിയൊരു സിറ്റി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ 2 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അത്രയ്ക്ക് വലിയ സിറ്റിയാണ്. ഞാൻ കൂടുതൽ കണ്ടില്ല. അവിടെ എവിടേക്കോ ഉണ്ടോ, എവിടേക്ക് മയിലെന്ന് കരയുണ്ട്. മയിലിനെ പോയി എടുക്കുന്നത് വിചാരിച്ചിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ കരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് അടുത്താണ്. എന്തൊക്കെയോ കുറേ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ബോർഡ് ഉണ്ട്, യുവർ ജേർണി ഈസ് അവേഴ്സ് ടു എഴുതിയതാണ് ഒരു ബോർഡ്. എവിടെയൊക്കെയോ ഇഷ്ടം പോലെ മയിലുകളുണ്ട്. മയിലിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ ജേർണി ഈസ് അവേഴ്സ് ടു എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വലിയ രസമൊന്നുമില്ല, സൈലൊന്നുമില്ല. കാലത്തെ ഏതൊക്കെയോ വഴിയിലൂടെ നടന്നായിരുന്നു ഇങ്ങോട്ട് വന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പായതുകൊണ്ട് ഒന്നും പറയാനും പാടില്ല. ഏതായാലും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കിടക്കുക. करूर जंक्शन आपका स्वागत करता है. वेलकम टू करूर जंक्शन. കരൂർ സന്ദീപ് ഉങ്കുളി വരവേൽക്കുന്നത് അങ്ങനെ കേട്ടോ നമുക്ക് ചെയ്യണം. കാലത്തെ ഇതിലേക്ക് വന്ന് കരൂർ എന്ന് പറഞ്ഞ് ബസ് പോകുന്നുണ്ടോ? TN-60 ഇതെങ്ങോട്ട് പോകണേ? കരൂർ മുഖത്തുറ ഭയങ്കര പറയാൻ 2 വഴിക്കൂടെ നടക്കുക. അവിടെ നിന്ന് ആൾക്കാരുടെ പച്ചക്കറികളുടെ കച്ചവടം ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടെങ്കിൽ പോണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയില്ല. ഏതായാലും ഒന്ന് കാലത്ത് 1 മണിക്കൂർ നടക്കാറുണ്ട്. ആ നടക്കാനായിട്ട് ഇറങ്ങിയിട്ട് അത് കുറേ ആടുകൾ ചന്തയായിരിക്കാൻ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതിൽ കൂടെ കുറച്ച് വണ്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട് മെയിൻ റോഡിലേക്ക്. ഏതായാലും ഞാൻ 1 മണിക്കൂർ നടക്കാൻ തീരുമാനിച്ചു. ഏതായാലും അത് കഴിഞ്ഞ് വന്ന് ഒരു റൂം ഏതായാലും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോയി ഒന്ന് കുറച്ച് നേരം ഒന്ന് തൂങ്ങലാം. ഞാൻ കാലത്ത് നോക്കിയപ്പോൾ ഈ ഏതൊക്കെയോ കുറേ ട്രെയിനുകൾ തന്നെ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരൊറ്റ ട്രെയിൻ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി ട്രെയിനൊക്കെ ഞാൻ ചെന്നപ്പോഴത്തേക്കും പോയായിരുന്നു. വലത്തോട്ടാണ് ടൗൺ സെൻറ്ററിൽ. അവിടെയാണ് ടൗൺ കാണുന്നത്. ഇതൊരു മാർക്കറ്റാണ്. ഇപ്പോൾ ടൗണിൻ്റെ നേരെ അടക്കാം. ഇവിടെ എവിടെയാണ്. ഏതായാലും 1 മണിക്കൂർ ആദ്യം നടപ്പ്, അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യം ആലോചിക്കാം. കരൂർ എന്ന് പറഞ്ഞ സ്ഥലം ഏതൊരു തമിഴ്നാട്ടിലെ ഏതൊരു സ്ഥലത്തെ പോലെ തന്നെ കുറേ വ്യവസായങ്ങളുള്ള. ഇവിടുത്തെ മെയിനായിട്ടുള്ള വ്യവസായം എന്ന് പറഞ്ഞാൽ ബസ് ബോഡി ബിൽഡിങ്ങാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ തന്നെ US, UK അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്ന കുറേ തുണിത്തരങ്ങളുടെ
കുറേ കമ്പനികളൊക്കെ ഇവിടെ ഉണ്ട്. പറ്റുവാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോയി നോക്കണമെന്നുണ്ട്. സമയം കിട്ടുന്നില്ല. കൂടെ ഉള്ളവർ അവരുടെ ഡ്യൂട്ടിയിൽ പോയി കഴിഞ്ഞവർ എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ടൗൺ സെൻട്രലിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാലത്തെ ഇതിലേക്കോ വഴിക്കട രാത്രിയാണ്. അന്നേരം നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നടക്കാം. സുബ്രാട്ടവേസ് ഫ്രോം സുബലബെക് 56 തെരുവോ നോക്കിയാലോ കുഴപ്പമില്ലാന്നാണല്ലോ. ഇച്ചിരി ഫ്രണ്ടിലേക്ക് നോക്കിയിട്ട് അപ്പം നോക്കാം. ഇവിടെ ഒരു ഹോട്ടലാണ്. സുബ്രാട്ടവേസ് ആണെന്ന് വൃത്തിയായിട്ട് എനിക്കറിയില്ല. എനിക്ക് ഒരുവിധം റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. മൊത്തം ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളാണ്. കരൂരിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോഴും കുറേ അപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കൂടാരം പോലെ നമുക്ക് തോന്നുന്നു. ശരിക്കും ഒരു ഏരിയൽ വ്യൂ ഒക്കെ കിട്ടുവാണെങ്കിൽ, മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ തൽക്കാലം ഇപ്പം നമുക്ക് അതിനുള്ള വഴിയില്ല. അപ്പം അങ്ങനെ ഞാൻ ഇവിടുന്ന് നേരെയാണ് ബസ് വന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് എനിക്കൊരു ഓവർബ്രിഡ്ജാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽക്കൂടെ ആൾക്കാർ നടന്നും പോകണമെന്ന് തോന്നുന്നു. ഏതായാലും കുറച്ച് നടന്നു പോകാം. വലിയൊരു സിറ്റി ആട്ടോ. കാരണം വലിയൊരു സിറ്റിയാണ് കരിയൂർ എന്ന് പറഞ്ഞാൽ. കുറേ സ്ഥലങ്ങൾ നടന്നു തന്നെ പോയാൽ മാത്രമേ നമുക്ക് ആ ടൗണിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കമ്പുള്ളൂ. അതിലാണ് ബസ് അവിടെ വലത്തോട്ടിട്ടുണ്ടാകും. അവിടെയെങ്കിലും ആയിരിക്കും ബസ് സ്റ്റാൻഡ് ഒന്ന് പോയി നോക്കാം. ഫുട്പാത്തോട്ട് ഇട്ടിട്ടുമില്ല. എൻ്റെ അടിയുടെ പോയാണ്. ഇതിൽ വന്ന് രണ്ടെണ്ണന്മാരുടെ ഇതിൽ നേരെ പോയാൽ ബസ് സ്റ്റാൻഡിലേക്കാണ് പറഞ്ഞു. അപ്പോൾ അതുവഴി നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. എവിടെ നിന്ന് എത്തുന്ന പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങോട്ട് പോകാൻ തന്നെ അറിയില്ല. ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന പറഞ്ഞു. 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും കാലത്തല്ലേ. അപ്പോൾ നമ്മുടെ നടപ്പ് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഈ തമിഴ്നാട്ടിലെ പഴയ ഒരു പട്ടണമാണ് ഈ കരൂർ എന്ന് പറഞ്ഞാൽ. ഒരു ഇപ്പോൾ റോഡൊക്കെ ഏതായാലും അടിപൊളിയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ടൗണായാലും പക്ഷേ ഇതുപോലുള്ള കാഴ്ചകളും എൻ്റെ ഇടയ്ക്കുണ്ട്. പക്ഷെ ഒരു എന്നുവെച്ചാൽ കാലത്ത് തന്നെ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കാരും വന്നിട്ടില്ല, കോർപ്പറേഷൻകാരും ക്ലീൻ ചെയ്യാൻ വന്നിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇത് തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് വഴി കണ്ടോ. ഇഷ്ടംപോലെ ബസ് വരുന്നുണ്ടോ. മുമ്പിൽ വേറൊരു ജംഗ്ഷൻ കൂടെ ഉണ്ട്. ഒരു ജംഗ്ഷനിലേക്കാണ് ഈ റോഡ് ചെന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും പോയി ആരെങ്കിലും ചോദിച്ചപ്പോൾ ബസ് സ്റ്റാൻഡ് പക്കത്തേക്ക്. ഏതായാലും എനിക്കൊന്ന് പോയി കുറച്ച് നേരം കിടക്കണം. അത് മറക്കണില്ല. ഏതായാലും കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നടക്കണം.